എന്നും വ്യത്യസ്തമായ ഒരു അർത്ഥവും ആഴവും പുതുമയും ഉണർവ് നൽകുന്ന ഒരു ആശയമാണ് സോൾമേറ്റ്. ആത്മസഹചരി, ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്ത്. ആരാണ് നമുക്ക് ഈ ആത്മബന്ധം നൽകുന്ന ഈ ആത്മസഹചരി? ആരാണ് നമ്മുടെ ഈ ആത്മസുഹൃത്ത്? ഈ ആത്മീയ ബന്ധം സംഭവിക്കുന്നത് എപ്പോഴാണ്? ഒരു വ്യക്തി എപ്പോഴാണോ നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്നത്, നമ്മിൽ മാറ്റം ഉളവാക്കുന്ന രീതിയിൽ നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കി നമ്മളിൽ മാറ്റമുണ്ടാക്കി നമ്മളിൽ ഉണർവും ഉന്മേഷവും ഉണർത്തത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നത്, ആ വ്യക്തി തന്നെയാണ് നമ്മുടെ സോൾമേറ്റ്. സോൾമേറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇതൊരു പ്രണയ ബന്ധമാണോ എന്ന് സംശയിക്കാറുണ്ട്. എന്നാൽ പ്രണയ ബന്ധത്തെക്കാൾ ഉപരി ഇതൊരു ആത്മീയ ബന്ധമാണ്. ആത്മീയ ബന്ധത്തിന് നമ്മളെ സഹായിക്കുന്ന ഈ വ്യക്തി ചിലപ്പോൾ നമ്മുടെ പ്രണയിനിയാകാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയാകാം, ഇല്ലെങ്കിൽ ഒരു സഹോദരനോ സഹോദരിയോ ആകാം, ഇല്ലെങ്കിൽ സുഹൃത്തോ അധ്യാപകരോ അടുപ്പമുള്ളവരോ, ഇല്ലെങ്കിൽ ആദ്യമായി കാണുന്ന ഒരാളോ, ഒന്നുമല്ലെങ്കിൽ ഒരു ഓർമ്മയോ, ഒരു വ്യക്തി അല്ലെങ്കിൽ പല വ്യക്തികൾ, ഇങ്ങനെ പല രീതിയിലും നമുക്ക് ആത്മബന്ധം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് മാറ്റം സംഭവിക്കുന്ന രീതിയിൽ ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവരെ കണ്ടുപിടിക്കാൻ ചില സൂചനകളുണ്ട്. അപ്പൊ നിങ്ങൾ സ്വതന്ത്രരും സുഖകരവുമായി അനുഭവപ്പെടും. അവരോടൊന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് മൗനം പോലും ആശ്വാസകരമാകുന്നു. ഒരു അദൃശ്യ ശക്തിയായി നമ്മുടെ ചിന്തയിലും മനസ്സിലും മാറ്റം വരുത്തുന്നു. ഭാവനകളിൽ പ്രതീക്ഷകൾ വളർത്തുന്നു. ഈ ബന്ധം സമയത്തിന്റെയും ദൂരത്തിന്റെയും അതിരുകൾക്ക് അതീതമാകുന്നു. അടിപൊളി! എപ്പോഴാണ് ഇവർ വരുന്നത്? എല്ലാ സോൾമേറ്റ്സും ജീവിതത്തിൽ ഒരേ സമയം വരണമെന്നില്ല. ചിലർ ഒരു ഘട്ടത്തിൽ വരാം, മറ്റു ചിലരാകട്ടെ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. മറ്റു ചിലർ വരികയും അപ്രത്യക്ഷരാകുകയും ചെയ്യും. ചിലരാകട്ടെ ഒരു ഓർമ്മകൾ മാത്രമായി അവശേഷിക്കും. സോൾമേറ്റ്സ് പ്രധാനമായും 4 തരമാണുള്ളത്: റൊമാൻറ്റിക് സോൾമേറ്റ്, പ്ലാറ്റോണിക് സോൾമേറ്റ്, സ്പിരിച്വൽ സോൾമേറ്റ് ആൻഡ് ട്വിൻ ഫ്ലെയിംസ്. എന്താണ് റൊമാൻറ്റിക് സോൾമേറ്റ് എന്ന് നോക്കാം. പ്രണയ സുഹൃത്ത് എന്നത് പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയിൽ നിലകൊള്ളുന്ന ഒരു അതുല്യ ബന്ധമാണ്. സൗഹൃദത്തിന്റെ ആഴവും പ്രണയത്തിന്റെ മാധുര്യവും ഒരുമിച്ചുള്ള ഒരു ബന്ധം. പരസ്പര ബോധവും വിശ്വാസവുമുള്ള ഒന്നിനെ ഒന്നായി മനസ്സിലാക്കുന്ന ഒരു ആത്മബന്ധം. മനസ്സിന്റെയും ഏകത. ഈ പ്രണയ സുഹൃത്തെന്ന് ഒരു ജീവിത സഖിയാകണമെന്നില്ല. ചിലപ്പോൾ ഒരു മനോഹരമായ ഓർമ്മ പോലും ആവാം. പക്ഷെ ഈ ബന്ധം നമ്മുടെ മനസ്സിനെ സമാധാനത്തിലും ആഴത്തിലേക്കും നയിക്കും. ഇനി എന്താണ് പ്ലാറ്റോണിക് സോൾമേറ്റ് എന്ന് നോക്കാം. ഇത് പ്രണയബന്ധത്തിന് അതീതമായി അതിലേറെ ആഴമുള്ള ഒരു ആത്മബന്ധമാണ്. ഇത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു തനി പാതയാണ്. ഈ ബന്ധം പ്രത്യക്ഷമാകുന്ന ചില പ്രത്യേക ഘട്ടങ്ങളുണ്ട്. അറിയാത്തൊരു ആന്തരിക ബന്ധം. അവരോടൊപ്പം ഇരിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നു, പരസ്പര ആത്മീയ ഉണർവ് ലഭിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു ആന്തരിക ശക്തിയായി ഇവർ മാറുന്നു. ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമുക്ക് മനസ്സിലാക്കും അവർ നമ്മുടെ പ്ലാറ്റോണിക് സോൾമേറ്റ് ആണെന്ന്. 3ാമത്തെ തരമാണ് സ്പിരിച്വൽ സോൾമേറ്റ്. കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ വരാനിരിക്കുന്നതിലോ നമ്മെ ആഴ്ത്തി സ്പർശിക്കുന്ന ഒരാളുണ്ട്. അതാണ് ആത്മീയ സഹചരി. പ്രണയത്തിനതീതമായി മനസ്സിന്റെ അതിരുകൾ മറികടക്കുന്ന ഒരു ദൈവീക ബന്ധം. ശരീരമല്ല മനസ്സുമല്ല ഈ ബന്ധം, ആത്മാവിനോടുള്ളതാണ്. ഒരു ദൈവീക കണക്ഷൻ. പ്രണയമോ സൗഹൃദമോ അതിലേക്കുള്ള വഴി മാത്രമോ ആയിരിക്കാം. ലക്ഷണങ്ങൾ: വാക്കുകളില്ലാതെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആത്മീയ ബന്ധമായിരിക്കും ഇത്. ആത്മീയ ഉണർവിന് പ്രചോദനം നൽകുന്ന ഒരാളായിരിക്കും. ഒരിക്കൽ ജീവിതത്തിൽ കടന്നു വരുന്നവരാണിവർ. ചിലർ നമ്മോടൊപ്പം തുടരാം, ചിലർ ഒരു പാഠമായി മാറാം, മറ്റു ചിലർ പുതിയ വെളിച്ചത്തിലേക്ക് നയിക്കും. പക്ഷെ അവരൊന്നും തികച്ചും അപ്രത്യക്ഷമാകില്ല. കാരണം നമ്മുടെ ആത്മാവിൽ അവർ ആഴത്തിൽ പതിഞ്ഞിരിക്കും. ഇവരെ തേടേണ്ടതില്ല. ഈ ബന്ധം നമ്മളെ തിരഞ്ഞു വരണമെന്നുമല്ല, ഈ ബന്ധം തിരഞ്ഞു നടക്കേണ്ടതുമല്ല. നമ്മുടെ ആത്മാവ് തയ്യാറാകുമ്പോൾ ഈ ബന്ധം സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്നു. 4ാമത്തെ വിഭാഗമാണ് ട്വിൻ ഫ്ലെയിംസ്. എന്നോ എവിടെയോ ഒരാളുണ്ട് നമുക്ക് സമാനമായ ആത്മാവ്, ഒരു അതീവ ശക്തമായ ബന്ധം. ദൈവം നമ്മെ മാറ്റിമറിക്കാൻ, ഉണർത്താൻ, പുതിയ ഒരു പ്രകാശത്തിലേക്ക് നയിക്കാൻ. അതാണ് ട്വിൻ ഫ്ലെയിംസ്. നമ്മുടെ ആത്മാവിന്റെ ഒരു മറുവശം എന്ന് തന്നെ പറയാം. ഇതൊരു വ്യക്തിയല്ല,
നമ്മുടെ ആത്മാവിന്റെ പ്രതിഫലനമാണ്. ഒരു ശാശ്വതമായ ദൈവീക കണക്ഷൻ. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, അത് ആദ്യമേ തന്നെ നമ്മുടെ ആത്മാവിനേകത്തോടും ഒരു വ്യക്തിയെ കണ്ടപ്പോൾ വളരെ പ്രത്യേകമായ ഒരു ആന്തരിക അനുഭവങ്ങൾ നമുക്ക് ചിലപ്പോൾ സമയത്ത് അനുഭവപ്പെടാറുണ്ട്. ഈ ബന്ധം പലപ്പോഴും ദൈവികമായ മാർഗത്തിലേക്കാണ് കൂടുതൽ നയിക്കുക. ഈ ബന്ധം നമ്മൾ തിരക്കി നടക്കേണ്ടതില്ല. സൗഹൃദമായാലും പ്രണയമായാലും അല്ലെങ്കിൽ ആത്മീയ ബന്ധമായാലും ഈ ബന്ധവും നമ്മളെ തീർച്ചയായിട്ടും തേടിയെത്തുകയാണ് ചെയ്യാറ്. ആത്മബന്ധം ഒരു പ്രണയമല്ല, ആത്മാവിന്റെ ഉണർവ്. അതിനായി ഒരാൾ വന്നേക്കാം, വരാതിരിക്കാം. ആത്മബന്ധം ആരെയും ആശ്രയിച്ചല്ല, പകരം നമ്മുടെ ആത്മാവിന്റെ ശബ്ദം നമുക്ക് തന്നെ കേൾക്കുമ്പോൾ അത് സംഭവിക്കുന്നു. സ്നേഹത്തിനായി പ്രണയത്തിനായി കാത്തിരിക്കുക. ആദ്യം നമ്മൾ തന്നെ സ്നേഹമാകുക, പ്രണയമാകുക. നമ്മുടെ ആത്മാവിന്റെ ആഴങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുമ്പോൾ അത് സ്വാഭാവികമായി സംഭവിച്ചേക്കും. ആത്മബന്ധത്തിനായി നാം തിരയേണ്ടതില്ല. ജീവിതം അതിനെ സത്യസന്ധമായി നമ്മുടെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ ഒന്നോർക്കുക, ആരാണ് നമ്മുടെ സോൾമേറ്റ് എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ വിശ്വാസങ്ങളും അനുഭവങ്ങളുമാണ്. നമ്മുടെ സോളിന് ഏറ്റവും അനുയോജ്യമായി ആരാണോ അവർ തന്നെയാണ് നമ്മുടെ സോൾമേറ്റ്. സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും മനസ്സൊരുമിച്ച് കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ അതാരാണ്? അവർ തന്നെയാണ് നമ്മുടെ സോൾമേറ്റ്.